ഹലോ നമസ്കാരം. വീക്കിലി സ്വിംഗ് ട്രേഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് മീ അർജുൻ. വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള. എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? അത്യാവശ്യം നല്ല രീതിയിലൊരു ഫോള് മാർക്കറ്റിൽ കണ്ടു അല്ലേ? ഗ്ലോബലി വരുന്ന ന്യൂസുകളും ഇവൻറ്റും ഒക്കെ നമ്മളെ മാർക്കറ്റിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയിലെ ഒരു റിസഷൻ ഫിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇസ്രായേൽ, അതേപോലെ ഇറാൻ വാർ, അങ്ങനെ ഒരുപാട് ഗ്ലോബൽ ഫാക്ടേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ നമ്മൾ വീക്കിലി അനാലിസിസിൻ്റെ സ്വിംഗ് ട്രേഡിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് കോഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഓൾറെഡി ഈ ഡാറ്റാസും കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ മാർക്കറ്റ് Q1 ക്വാർട്ടർലി റിസൾട്ടുകളായിക്കോട്ടെ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഫേവറബിൾ ആയിട്ടല്ല മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളൊരു ധാരണ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പൊസിഷൻ സൈസിങ്. ഞാൻ എൻ്റെ ക്യാപിറ്റലിൽ 30% പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എൻട്രീസ് പിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിവേ മാർക്കറ്റിൽ നമ്മൾ നല്ല രീതിയിലൊരു ഫോളോ കണ്ടു. നിഫ്റ്റി 24,000-ലേക്കൊക്കെ ബൗൺസ് ബാക്ക് ചെയ്ത് അവിടെ നിന്ന് ചെറിയ രീതിയിലൊരു റീഗെയിൻ നടത്തി. കഴിഞ്ഞൊരു വീക്ക് കംപ്ലീറ്റ് എൻ്റയർ ഒരു റേഞ്ചിൻ്റെ ഇടയിലായിരുന്നു നിഫ്റ്റി ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഇവിടുന്ന് ചെറിയ രീതിയിൽ നിഫ്റ്റി പിക്കപ്പ് ചെയ്യും, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ബുള്ളിഷ്നെസ് ഒക്കെ നമ്മളെ മാർക്കറ്റിൽ കാണാൻ സാധ്യതയുണ്ട്. ബുള്ളിഷ്നെസ് ഇൻ ദ സെൻസ് നേരത്തെ കണ്ടതുപോലെ ഒരു വലിയ രീതിയിലുള്ള റാലി ഒന്നും ആയിരിക്കില്ല, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു മൂവ് ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ എനിവേ ലാസ്റ്റ് വീക്കിൽ നമുക്കുണ്ടായിരുന്ന എൻട്രീസ് അല്ലെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത സ്റ്റോക്കിൻ്റെ ഒക്കെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് തിരുമലൈ കെമിക്കൽസ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓൾറെഡി ഒരു ബ്രേക്ക് തന്ന് ഒരു റീടെസ്റ്റിന് ആ ഒരു ഏരിയനെ 320-330 ഒരു റീടെസ്റ്റിലാണ് നിൽക്കുന്നത്. നമുക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. 310 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ മൺഡേയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിഫ്റ്റി 3% ഒക്കെ താഴെ പോയൊരു ദിവസമായിരുന്നു. ഒരുവിധം നമ്മൾ പറഞ്ഞിട്ടുള്ള എൻട്രി പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളൊന്നും ആ ലെവൽസിനെ തന്നെ ടാപ്പ് ചെയ്യാതെ താഴേക്കാണ് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിന്ന് സ്റ്റോക്ക് ഏറ്റവും ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 311-310 എന്ന് പറയുന്ന എക്സാക്ട് റേഞ്ചാണ് ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു. ഇപ്പോൾ ഫ്രൈഡേയിലൊരു ക്ലോസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാക്റ്റ് പറഞ്ഞിട്ടുള്ളൊരു എൻട്രി പോയിന്റിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റേഞ്ചിൽ പിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു റീ എൻട്രി അല്ലെങ്കിൽ ഒരു ഫ്രഷ് എൻട്രി ഇവിടെ പോസിബിൾ ആണ്. എക്സാക്റ്റ് ഈ ഒരു 335 അല്ലെങ്കിൽ 330 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ ഒരു 330 അല്ലെങ്കിൽ 335 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സ്റ്റോപ്പായിട്ട് ലാസ്റ്റ് വന്നിട്ടുള്ള ഹൈയുടെ ലോ, ഇപ്പോൾ മാർക്കറ്റിൽ ഓൾറെഡി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനൊരു ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഹൈയുടെ ലോ ആണ് നമ്മൾ സ്റ്റോപ്പായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഇവിടെ ഏകദേശം നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നതും ഏകദേശം ഈ ഒരു റേഞ്ച് ആയിരിക്കും 350-360 എന്ന് പറയുന്ന റേഞ്ച്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ ലെവൽസ് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റോക്കിൻ്റെ ഒരു ടാർഗറ്റ് ലെവൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്കാണ് കൈത്താൻ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് 94 അല്ലെങ്കിൽ 95 എന്ന് പറയുന്ന ഈ ലൊക്കേഷൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എൻട്രി. നമുക്ക് അവിടെ പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതല്ലെങ്കിൽ ഒരു റിസ്കി എൻട്രി 87 വളരെ റിസ്കി ആയിട്ടുള്ള ഒരു എൻട്രി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റോപ്പ് 80 ലെവലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സാക്റ്റ് നമ്മളൊരു സ്റ്റോപ്പ് ലെവലിലാണ് ഇത് കീപ്പ് ചെയ്യുന്നത്. എൻട്രി ചെയ്തവരാണ് ഈ 87 റിസ്കി എൻട്രി എടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് അക്സെപ്റ്റ് ചെയ്യുക, ബുക്ക് ചെയ്ത് മാറുക. അല്ല, എൻട്രി എടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് അഗെയിൻ ഈ ഒരു ലൊക്കേഷനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രഷ് എൻട്രിക്ക് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് മോർഫൻ ലാബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു 60-62 നമ്മളൊരു റിവേഴ്സൽ ട്രേഡാണ് ഇതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 60-62 ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാം. 54-ന് താഴെ നമുക്കൊരു സ്റ്റോപ്പ് കീപ്പ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഈ ഒരു ലെവൽ 61 ലെവലിൻ്റെ എബോ സ്റ്റോക്ക് പെർഫോം ചെയ്യുകയാണ്. 60 ലെവൽ എൻ്റെ മുകളിലൊരു 61ൻ്റെ മുകളിലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന 70-72 ലെവൽസിലേക്കൊക്കെ സ്റ്റോക്ക് മൂവ് ചെയ്യും. എക്സാക്റ്റ് ഒരു സ്റ്റോപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു SL കീപ്പ് ചെയ്തുകൊണ്ട് ഈ സ്റ്റോക്ക് റൺ ചെയ്യാം. ഫ്രഷ് എൻട്രി എന്തായാലും ഈ ഒരു ലെവലിന് മുകളിൽ അല്ലെങ്കിൽ ലാസ്റ്റ് വന്നിട്ടുള്ള ഹൈക്ക് മുകളിൽ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓൾറെഡി എൻ്റർ ചെയ്തവരാണെങ്കിൽ സ്റ്റോപ്പ് സ്ട്രിക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് ഈ വീക്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പെർഫോം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിസൾട്ട് തന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ബിക്കാജി ഫുഡ്സ്. നമ്മൾ ഓൾ ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ് ബിക്കാജി ഫുഡ്സ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് 747 അല്ലെങ്കിൽ 750 എന്ന് പറയുന്ന ലെവൽ ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഇത് എക്സാക്റ്റ് നമ്മൾ ആ ഒരു ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ എഗെയിൻ റീപോസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ വീക്കിലി വീഡിയോയിൽ ചെയ്തതാണ്. 2 ദിവസം മുമ്പ് വീണ്ടും ഞാനത് എന്ത് ചെയ്തു, ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കത് എൻട്രി ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക്
എനിക്കൊരു ഹൈലി കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡ് ഇതായിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേഡ് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻട്രി കൺസിഡർ ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞത് 750 ആണ്. 750 അപ്പോൾ നമുക്ക് എൻട്രി ചെയ്യാം. 800 അല്ലെങ്കിൽ 810 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ഒരു ലെവൽ എത്തിയപ്പോൾ തന്നെ സേഫ് പ്ലേയേഴ്സിനോട് അത് ബുക്ക് ചെയ്യാനും ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലൂടെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഏകദേശം അവിടെ നിന്ന് സ്റ്റോക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 879 അല്ലെങ്കിൽ 880 എന്ന് പറയുന്ന ലൊക്കേഷനാണ്. എക്സാക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 17% മുകളിൽ റിട്ടേൺസ് ഒരാഴ്ച കൊണ്ട് ബിക്കാജി ഫുഡ്സ് തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 120 പോയിൻറ്റ്സ്, അതായത് പ്രൈസിലൊരു 120-130 പോയിൻറ്റിൻ്റെ നമ്മൾ എൻട്രി ലെവലിൽ നിന്ന് ഒരു 120-130 പോയിൻറ്റിൻ്റെ ഇടയിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുള്ളത്. അതൊരു വലിയ നമ്പറാണ്. കഴിഞ്ഞ വീക്കിനെ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കിട്ടിയുള്ള റിസൾട്ട്, ട്രേഡ് റിസൾട്ട് എന്ന് പറയുന്നത് ബിക്കാജി ഫുഡ്സിലാണ്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് സുപ്രിയ ലൈഫ് സയൻസ് ആണ്. ഇതും ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുള്ളതിൻ്റെ ലൊക്കേഷൻ 423 അല്ലെങ്കിൽ 425 എബോ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്താൽ മതി. തൊട്ട് മൺഡേയിലെ ഓപ്പണിംഗ് തന്നെ അതിന് താഴെ ആ റേഞ്ചിന് താഴെ ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഗെയിൻ 2 ദിവസം കൊണ്ട് തന്നെ റിക്കവറി നടത്തി ആ ഒരു സ്റ്റോക്ക് ബ്രേക്ക്, നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്തു. എഗെയിൻ ഒരു 450 വരെ നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 458 അല്ലെങ്കിൽ 460 റേഞ്ച് ആയിരുന്നു. ഓൾമോസ്റ്റ് നിയർ ആയിട്ട് നമ്മൾ 454 വരെയൊക്കെ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഒരു 5% മുകളിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി എൻ്റർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ സേഫ് പ്ലേയേഴ്സിന് ബുക്ക് ചെയ്ത് മാറാം. നമ്മളൊരു ഫസ്റ്റ് ടാർഗറ്റിൻ്റെ ഇടയിലൊക്കെയാണ് സ്റ്റോക്ക് ട്രേഡ് നടക്കുന്നത്. ഇനി അതല്ല നമുക്ക് റിസ്കി എൻട്രി അല്ലെങ്കിൽ റിസ്കി പ്ലേയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് സ്റ്റോക്ക് ഒന്നെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് കൂടി നടത്തിയ ഒരു റീടെസ്റ്റിന് ശേഷമുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റ്, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ നിന്ന് ഒരു റീടെസ്റ്റ് കൂടി നടത്തിയതിന് ശേഷമുള്ളൊരു അപ്പ് മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽസിൽ ബുക്ക് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യാം. അതല്ല ഫർദർ സെക്കൻഡ് ടാർഗറ്റിന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 510 അല്ലെങ്കിൽ 500 എന്ന് പറയുന്ന ലെവൽസൊക്കെ സ്റ്റോക്ക് ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വീക്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യത, നെക്സ്റ്റ് വീക്കിലേക്ക് ഇൻ ദ സെൻസ് ഷോർട്ട് ടൈമിലേക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്സ് നോക്കാം. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജ്യോതി ലാബ്സ് ആണ്. ജ്യോതി ലാബ്സിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ജ്യോതി ലാബ്സിന് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. സ്റ്റോക്ക് ഡൗൺ സൈഡിലേക്ക് വന്നു. കുറച്ച് കാലമായിട്ടൊരു സൈഡ് വൈസ് മൂവ് സ്റ്റോക്ക് നടത്തിയതിന് ശേഷം സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് റിക്കവർ ചെയ്യുന്നു. ഈ ഒരു സോണിലേക്ക് എഗെയിൻ ടച്ച് ചെയ്യുന്നു, സ്റ്റോക്ക് എന്ത് ചെയ്യുന്നു, താഴെ വരുന്നു. അപ്പോൾ നമ്മളൊരു ബ്രേക്കൗട്ട് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. സ്റ്റോക്ക് ഈ ഒരു 550 എന്ന് പറയുന്നത്, ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 544 അല്ലെങ്കിൽ 45 ആണ്. ഇപ്പോൾ ഒരു 550 എബോ അല്ലെങ്കിൽ 555 എബോ സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യുക. ഈ ഒരു ലൊക്കേഷനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു 1 ഹവറിലൊക്കെ ഒരു ക്ലോസിംഗ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഫർദർ നമുക്കൊരു കൺഫർമേഷനായി ആ ലെവലിൻ്റെ എബോ അല്ലെങ്കിൽ 550-55 ലെവലിൻ്റെ എബോ നമുക്ക് സ്റ്റോക്കിൽ എൻട്രി ചെയ്യാം. സ്റ്റോപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 510 താഴെയാണ്. സ്റ്റോക്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 600, 630 അല്ലെങ്കിൽ 640 എന്ന് പറയുന്ന 2 ലെവൽസാണ്. ഈ സ്റ്റോക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 600, 590, 600 ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. 630, 640 എന്ന് പറയുന്ന റേഞ്ചിൽ സെക്കൻഡ് ടാർഗറ്റും ബുക്ക് ചെയ്യാം. ഇതൊരു ഷോർട്ട് ടേം എൻട്രി ആണ്. അപ്പോൾ നമ്മളൊരു 3 to 5 വീക്സ് ആവാം, അല്ലെങ്കിൽ 1 month ആവാം, ചിലപ്പോൾ 2 month ഒക്കെ ആവാം. സ്റ്റോക്ക് പെർഫോം ചെയ്യുന്ന രീതി സ്ട്രക്ചർ ഫോം ചെയ്ത് അങ്ങനെയായിരിക്കും. ഹൈ ലോ ഫോർമേഷനൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും സ്റ്റോക്ക് മൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത്രയും പേഷ്യൻസും ഒക്കെ കാണിക്കുക. മേ ബി ബിക്കാജി ഫുഡ്സിലൊക്കെ കണ്ടതുപോലെ 1-2 ദിവസം കൊണ്ട് 10-15% മൂവ്മെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്കാണ് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഓയിൽ ഇന്ത്യ നമ്മളൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോക്കായിരുന്നു. ഫണ്ടമെൻ്റലി നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 290, 300 ലെവൽസിലൊക്കെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും ഔട്ട് ചെയ്തതാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു റിട്ടേൺ 40-50% വിത്തിൻ 1 year ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. സ്റ്റോക്കിൻ്റെ ബുള്ളിഷ് ആയിട്ടുള്ള റൺ തന്നെയായിരുന്നു മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്തത്. എന്നാൽ പോലും നമുക്ക് സ്റ്റോക്കിൽ ഒരു 100% മുകളിൽ റിട്ടേൺസ് ആ ഒരു ലെവലിൽ നിന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഷോർട്ട് ടേമിലേക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു സ്ട്രക്ചർ ഫോർമേഷനിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റോക്ക് ഈ ഒരു ലൊക്കേഷൻ 650, 650, 657 എന്ന് പറയുന്നത് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ നമുക്കൊരു ഷോർട്ട് ടൈം എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. ഏകദേശം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതൊരു 690 അല്ലെങ്കിൽ 700 ലെവൽ, അതേപോലെ തന്നെ 750, 780 ലെവൽസ്, 690, 730, 750 ഈ ലെവൽസിലാണ് നമ്മൾ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 600 ബിലോ ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് വരുന്നത്. ആ ഒരു ക്യാൻഡിലിൻ്റെ
താഴെ ഇപ്പോൾ ലാസ്റ്റ് ഫോം ചെയ്ത് ഫ്രൈഡേ ക്ലോസ് ചെയ്തിട്ടുള്ള ക്യാൻഡിലിൻ്റെ താഴെയായിരിക്കും നമ്മൾ സ്റ്റോപ്പ് വരിക. 600 ആ ലെവലിൻ്റെ താഴെയായിരിക്കും വരിക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ്സും വലുതാണ്, അത്യാവശ്യം അതേപോലെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസും വലുതാണ്. ഷോർട്ട് ടൈം എൻട്രീസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇ ഗവൺമെൻറ് ടെക്നോളജീസ് ലിമിറ്റഡ്, അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു പ്രൊണൗൺസിയേഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി കൺസിഡർ ചെയ്യുന്നത് ഓൾറെഡി സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി റിജക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി സപ്ലൈ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷന് സ്റ്റോക്ക് ഓൾറെഡി ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്കിന് ശേഷം സ്റ്റോക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ആ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് സമയമായിട്ട് അവിടെ കൺസോൾട്ടേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സമയമായിട്ട് കൺസോൾട്ടേഷനാണ്, ഡെയിലി ക്യാൻഡിൽസിൽ ഒരുപാട് തവണയായിട്ട് കൺസോൾട്ടേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു ലെവലിനെ സ്റ്റോക്ക് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ റീടെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള കുറച്ച് ക്ലോസിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഒരു ബ്രേക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ 1980 1980 അല്ലെങ്കിൽ 78 എന്ന് പറയുന്ന ലെവല്, 1978 അല്ലെങ്കിൽ 80 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സ്റ്റോക്കിൽ നമ്മളൊരു സ്റ്റോപ്പായിട്ട് കീപ്പ് ചെയ്യുന്നത് 1750 താഴെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2100 അല്ലെങ്കിൽ 150 ലെവല്. സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ 260, ഫൈനൽ ടാർഗറ്റ് നമ്മൾ 2400. ഈ ലെവൽസിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിൽ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വലിയ സ്റ്റോപ്പ് ലോസും വരുന്നുണ്ട്, വലിയ ടാർഗറ്റും വരുന്നുണ്ട്. ഷോർട്ട് ടൈം എൻട്രി ആണ്, അതിനനുസരിച്ച് മാത്രം പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് MCX, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. അപ്പോൾ MCXൻ്റെ ഒരു സ്ട്രക്ചർ ഫോർമേഷനിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു റണ്ണ്, സ്റ്റോക്ക് നല്ല രീതിയിലൊരു ബുള്ളിഷ് ആയിട്ടുള്ള റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷനുള്ള ഒരു ഫോർമേഷനോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറും തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടൊരു പുൾ ബാക്ക് എടുത്തു. ആ ലൊക്കേഷനിൽ ഒരു പുൾ ബാക്ക് എടുത്തതിന് ശേഷം സ്റ്റോക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഹൈയിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഹൈനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ സർവൈവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയക്ക് മുകളിലൊരു ക്യാൻഡിൽ ക്ലോസിങ് അല്ലെങ്കിൽ പ്രൈസിനൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 4400 എബോവ് സ്റ്റോക്ക് വരികയാണ്, അല്ലെങ്കിൽ 4410 എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തെ ഹൈ ഒക്കെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്കിൽ എൻട്രി പോകാവുന്നതാണ്. നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വരുന്നത് 4200 ബിലോ ആയിരിക്കും. 4000 ഈ ഒരു ലൊക്കേഷന് താഴെയായിരിക്കും നമ്മളെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. നമ്മളൊരു ടാർഗറ്റ് ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ടാർഗറ്റ് 4600, 4700, 800 എന്ന് പറയുന്ന ലെവൽസ് ആയിരിക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 4400 ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കയറുന്നു, ഒരു 200 താഴെ സ്റ്റോപ്പ് വെക്കുന്നു, 4800 റേഞ്ചാണ് നമ്മൾ ടാർഗറ്റ്സ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ 4600, 700 എന്നൊക്കെ പറയുന്ന ലൊക്കേഷൻസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോപ്പ് ലോസിലേക്ക് മാറ്റാം വേണമെന്നുണ്ടെങ്കിൽ 4260 എന്ന് പറയുന്ന ലൊക്കേഷൻ ഫീസിബിൾ ആണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യാണ്, കൺസർവേറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ 4200 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്താൽ മതി. ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മളെ വാച്ച് ലിസ്റ്റിൽ വരുന്നൊരു സ്റ്റോക്ക് SJS എൻ്റർപ്രൈസസ് ലിമിറ്റഡ്. SJSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലൊരു അപ് ട്രെൻഡ് റണ്ണിങ് ആണ്. സ്റ്റോക്ക് സ്ട്രക്ചർ ഫോം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷന് ശേഷം നല്ലൊരു ബ്രേക്ക് നടത്തി. ഈ ഒരു ലൊക്കേഷനിൽ നല്ലൊരു കൺസോൾട്ടേഷൻ ഉണ്ടായിരുന്നു, അതിനുശേഷം സ്റ്റോക്ക് ഒരു ബ്രേക്ക് നടത്തി. ആ ഒരു ലെവലിനെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ട്രക്ചറും ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിങ്ങിൽ നല്ല രീതിയിൽ ഒരു ബ്രേക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1040 to 1000 എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ്റെ ഇടയിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഈ ഒരു ലെവലിൻ്റെ ഇടയിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. നമ്മളൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 940 ബിലോ ആണ് നമ്മളെ സ്റ്റോപ്പ് വരിക. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. 940 അല്ലെങ്കിൽ 934 ബിലോ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് വരുന്നത്. നമ്മളൊരു ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത്
നമ്മൾ ടാർഗറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1100 150 എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ ആയിരിക്കും. 1100 അല്ലെങ്കിൽ 1150 എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1200 എന്ന് പറയുന്ന ലൊക്കേഷൻ ആയിരിക്കും. നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത് 934 അല്ലെങ്കിൽ 930 താഴെ ആയിരിക്കും. എൻട്രി എന്ന് പറയുന്നത് 1000 to 1040 ഇപ്പോൾ നിൽക്കുന്ന ഒരു കറണ്ട് പ്രൈസിൻ്റെ ലൊക്കേഷനിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് 1120 അല്ലെങ്കിൽ 1150 ഈ ലൊക്കേഷൻ്റെ ഇടയിലായിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് 1200 എന്ന് പറയുന്ന ലെവൽസാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ നെക്സ്റ്റ് വീക്കിലേക്ക് കൺസിഡർ ചെയ്യുന്ന കുറച്ച് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് ചാമ്പൽ ഫെർട്ടിലൈസേഴ്സും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ബ്രേക്ക് തന്നു. ആ ബ്രേക്ക് തന്നതിന് ശേഷം ഒരു ഡിസെൻഡിങ് ചാനലിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് മൂവാണ് സ്റ്റോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ഒരു കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഒരു 520-25 ഇടയിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റും. ഒരു 490 അല്ലെങ്കിൽ 487 താഴെ സ്റ്റോപ്പ് കീപ്പ് ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റായിട്ട് 575 അല്ലെങ്കിൽ 580 എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷൻ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവൽ എന്ന് പറയുന്നത് 570. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക് ഒരു 600 റേഞ്ച് അല്ലെങ്കിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. വീക്കിലി ഡെയിലി ഫോർമേഷനിലാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നമുക്കുള്ളത്. 600 ആണ് നമ്മളെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയുന്നത്. 570 ഫസ്റ്റ് ടാർഗറ്റ്, 480 അല്ലെങ്കിൽ 487 485 ബിലോ ഒക്കെ നമുക്ക് സ്റ്റോപ്പ് കീപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മളെ വാച്ച് ലിസ്റ്റിൽ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹൈലി പൊട്ടൻഷ്യലായിട്ട് ബ്രേക്ക് നടക്കാനും അതുപോലെ തന്നെ നല്ല റിട്ടേൺസ് തരാനും സാധ്യതയുള്ള കുറച്ച് സ്റ്റോക്സ് എന്ന് പറയുന്നത് ഇവയാണ്. അപ്പോൾ നിങ്ങൾ എൻട്രി കൺസിഡർ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി എത്രയാണോ അതിനനുസരിച്ച് മാത്രം ക്വാണ്ടിറ്റി എടുക്കുക. മാർക്കറ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. എക്സ്റ്റേണലി ഒരു ചെറിയ ന്യൂസോ ഇവൻറ്റോ വന്നാൽ പോലും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് മാർക്കറ്റ് പാർട്ടിസിപ്പേഷൻ. അപ്പോൾ പാനിക്കൊക്കെ ഉള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ വലിയ വോളറ്റൈലായിട്ടുള്ള മൂവ്മെൻറ്റ്സ് മാർക്കറ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നിലനിർത്തുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെൻറ്റ് മാത്രമാണ്. നമുക്ക് തന്നെ അറിയാം നമ്മളെടുക്കുന്ന എല്ലാ സ്റ്റോക്കുകളും ടാർഗറ്റ് എത്തുന്നില്ല. ചിലത് സ്റ്റോപ്പ് ലോസ് എത്തുന്നുണ്ട്, ചിലത് പെർഫോം ചെയ്യാതിരിക്കുന്നു, ചിലതൊരു 1:1 1:1.5 ഒക്കെ മുകളിൽ പെർഫോം ചെയ്തതിന് ശേഷം സ്റ്റക്കായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനാലിസിസിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്രോഫിറ്റബിലിറ്റിയുടെ എഡ്ജിലേക്ക് എത്തുന്നത്. ഇപ്പോൾ 1-2 സ്റ്റോപ്പ് ലോസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 10% 20% മുകളിൽ വരുന്ന റിട്ടേൺസ് ഒരൊറ്റ സ്റ്റോക്കിൽ കിട്ടിയാൽ മതി, നമുക്കിത് കവർ ചെയ്ത് പോകാൻ പറ്റും. അത്തരത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പോൾ നിങ്ങൾ എൻട്രി കൺസിഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാത്രം എടുക്കുക. പൊസിഷൻ സൈസിങ് മസ്റ്റായിട്ടും ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു വീക്കിലേക്ക് മോശമല്ലാത്ത രീതിയിലൊക്കെ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഞാൻ എൻ്റെ ക്യാപിറ്റൽ അലോക്കേഷൻ ലാസ്റ്റ് വീക്കിൽ നിന്ന് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യും. എൻ്റയർലി സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് ഞാനത് വിനിയോഗിക്കില്ല, പക്ഷേ കുറച്ച് ഞാൻ എന്ത് ചെയ്യും, ലാസ്റ്റ് വീക്കിനേക്കാൾ കുറച്ചുകൂടെ ക്യാപിറ്റൽ അലോക്കേഷൻ കൂട്ടും അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യും. എനിവേ, താങ്ക് യു.